എന്നാൽ സംഘപരിവാറിന് ഏതെങ്കിലും ഘട്ടത്തിൽ അതിലെ നേരിയ തോതിലെങ്കിലുമുള്ള മനസ്താപമുണ്ടായോ? അത് ആവശ്യമാണ് എന്നാണ് അവർ കാണുന്നത്. ഇനിയും അത് ആവർത്തിക്കണമെന്നാണ് അവർ കാണുന്നത്. എത്ര പച്ചയായി പരസ്യമായാണ് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്ന എന്തിനേയും നേരിടാനുള്ള കരുത്തോടെയാണ് നിൽക്കുക. പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറകളും കൂടി ആഗ്രഹിച്ചാൽ പോലും നേടാത്ത അത്രയും പണം കൊണ്ട് നിങ്ങളെ ഇതാ മൂടുന്നു, നിങ്ങൾ മാറിക്കോ. എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. PMC പദ്ധതി നടപ്പാക്കുമ്പോൾ ആ സ്കൂളുകളിൽ ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കുക. ഞങ്ങളെ അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറഞ്ഞവര് അധികാരത്തിലെത്തിയപ്പോൾ നേരെ നടപ്പാക്കാനാണ് പുറപ്പെടുന്നത്. അവിടെയും കാണേണ്ട കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയാണ്, കേരളത്തിലേക്ക് വരികയാണ്. LDF സർക്കാർ ഇവിടെ ചെയ്തിരുന്ന കാര്യം ഓർക്കണം. മഹാത്മാഗാന്ധിയുടെ വധം പാഠപുസ്തകത്തിൽ പാടില്ല. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള ഭാഗം പാഠപുസ്തകത്തിൽ പാടില്ല. അങ്ങനെ പാഠപുസ്തകത്തിൽ പാടില്ല എന്ന് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി നൽകിയ സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. അതാണ് മതനിരപേക്ഷ നിലപാട്. കുട്ടികൾ അറിയണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് തടസ്സമായതാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. ആ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാശിയോടെ നിൽക്കുന്നത്. അപ്പോൾ കേരളം വല്ലാത്തൊരു ദുർഗതിയിൽ. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ RSS അജണ്ടയുടെ പിന്നാലെ പോവുകയാണ്. നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും. എന്നാൽ ജനാധിപത്യ ശക്തികളല്ലാത്തവർക്ക്, ജനാധിപത്യം പഥ്യമല്ലാത്തവർക്ക് അത്തരം ചോദ്യം ചെയ്യലുകളോ വിമർശനങ്ങളോ പ്രക്ഷോഭങ്ങളോ അംഗീകരിക്കാൻ കഴിയില്ല. അവർ ധരിക്കുന്നത് അവർ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവരാണ് എന്നാണ്. വലിയ അസഹിഷ്ണുതയോടെയാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അവർ നേരിടുക. ഇവിടെ കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലമായി രാജ്യത്ത് അധികാരത്തിൽ തുടരുന്ന BJP ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നത് BJPയുടെ നേതൃത്വം RSSന്റെ കൈകളിലാണ് എന്നതാണ്. RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിനാണ് അവർ തയ്യാറാക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് അധികാരം എന്ന നിലക്ക് കയ്യിൽ കിട്ടിയതോടെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതായ അജണ്ട നടപ്പിലാക്കുക എന്നതാണ് കാണുന്നത്. ഓരോ നടപടിയും RSS അജണ്ടയുടെ ഭാഗമായാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
ഏറ്റവും പ്രധാനപ്പെട്ടത് മതനിരപേക്ഷത. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിഭാഗം ആളുകളും രാജ്യമാകെയും മതനിരപേക്ഷത അംഗീകരിക്കുമ്പോൾ മതനിരപേക്ഷതയോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗമാണ് സംഘപരിവാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരാൻ പാടില്ല എന്നാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തോട് തെല്ലും ബഹുമാനമില്ലാത്തവരാണ് RSSഉം സംഘപരിവാർ. ജനാധിപത്യ സമ്പ്രദായത്തോട് വലിയ യോജിപ്പ് അവർക്കില്ല. അവരാഗ്രഹിക്കുന്നത് RSSനെ പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത നില ഉണ്ടാവണമെന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്യപ്പെടലുകൾ സ്വാഭാവികമാണ്. അതിനോട് RSSന് യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരം മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന രാജ്യത്തിന് പറ്റാത്തതാണ് എന്ന് ഭരണഘടന അംഗീകരിക്കുന്ന ആളുകളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് RSS. അതിനോട് അവർക്ക് യോജിപ്പുണ്ടായിട്ടില്ല. ഇത് രാജ്യത്തിന് പറ്റിയ ഒന്നല്ല. രാജ്യത്തിന് വേണ്ടത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ സത്യം അംഗീകരിക്കുന്ന ഭരണഘടനയോട് മാത്രമേ യോജിക്കാനാവൂ. ഇതായിരുന്നു സംഘപരിവാർ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ച നിലപാട്. അതിനുശേഷം അവർ തുറന്നു വന്ന നിലപാടും അത് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭരണഘടനയെ ഏതെല്ലാം രീതിയിൽ തകർക്കാനാകും ആ ശ്രമമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് അവരുപയോഗിക്കുന്നത് പൂർണ്ണ വർഗീയതയാണ്. എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും വർഗീയവൽക്കരിക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ കൂട്ടർ തയ്യാറാവുകയാണ്. വർഗീയ സംഘർഷങ്ങളിലൂടെ വർഗീയ കലാപങ്ങളിലൂടെ തങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാനാകും എന്നതാണ് ഇവർ കാണുന്നത്. നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളാകെ വർഗീയ സംഘർഷങ്ങളിലും വർഗീയ കലാപങ്ങളിലും അസ്വസ്ഥരാണെങ്കിൽ ഇക്കൂട്ടർ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും തുടരെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് നടപ്പാക്കുന്ന നയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇന്ത്യയിലെ ജനങ്ങൾ
മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ്. അതിലെ നല്ല ഭാഗം പരമദരിദ്രരാണ്. ഇത്തരമൊരവസ്ഥ നമ്മുടേതുപോലൊരു രാഷ്ട്രത്തിന് ഒട്ടും ആശാവഹമായതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പട്ടിക ദാരിദ്ര്യാവസ്ഥ വെച്ച് തയ്യാറാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ആ പട്ടികയുടെ ഏറ്റവും ഒടുവിലെ ഭാഗത്തായിരുന്നു. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അപൂർവം വിരലിലെണ്ണാവുന്ന എണ്ണം രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ദയനീയമാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഒരു ഭാഗത്ത് അവർ ചെറിയ നമ്പറല്ല, മഹാഭൂരിഭാഗമാണ്. ആ മഹാഭൂരിഭാഗം ഓരോ നാൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുകയല്ല, കൂടുതൽ പാപ്പരീകരിക്കപ്പെടുകയാണ്. ഇവിടെ ഇതേ സമയം മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തുള്ള അതിസമ്പന്നർ, ആ അതിസമ്പന്നർക്ക് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുകയാണ്. അതിസമ്പന്നർക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ്. അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതിനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു, അതിസമ്പന്നർക്ക് നൽകുന്നു. അതോടൊപ്പം അവർ വാങ്ങുന്ന കടം, ആ കടം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടല്ല, അവർക്ക് നൽകുന്നൊരു സൗജന്യം എന്ന നിലക്ക് കടം എഴുതിത്തള്ളുന്നു. ലക്ഷക്കണക്കിൽ കോടി രൂപയുടെ കടമാണ് എഴുതിത്തള്ളുന്നത്, വഴിവിട്ട് സഹായം. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അനുവദിച്ചിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായുള്ള സബ്സിഡികളുണ്ടായിരുന്നു, ഓരോന്നോരോന്നായി ഒഴിവാക്കുകയാണ്. പാവപ്പെട്ടവരെ ഒരു തരത്തിലും പിന്താങ്ങാൻ തയ്യാറല്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം എടുത്താൽ മതി. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്താങ്ങാനുള്ള അവസരം കിട്ടി. അതായിരുന്നു ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലം. അന്ന് കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണമായിരുന്നു. BJP അധികാരത്തിൽ വന്നാലുള്ള ആപത്തോർത്തുകൊണ്ട് കോൺഗ്രസ്സിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. ആ പിന്തുണ നൽകുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം ചില കാര്യങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു. അതിലൊന്നായിരുന്നു ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കപ്പെട്ടു. നല്ല രീതിയിൽ രാജ്യത്താകെ നടപ്പായി. കേരളത്തിൻ്റെ അനുഭവം നമുക്കറിയാം. ഇപ്പം എന്തായി? ആ തൊഴിലുറപ്പ് പദ്ധതി ഫലത്തിൽ ഇല്ലാതാക്കാനാണ് നീക്കം. മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെലവിട്ടിരുന്നത്. ഇപ്പോൾ നല്ലൊരു ഭാഗം 40% സംസ്ഥാനം ചെലവിടണം
എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാരം വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ പടലിക്ക് വരികയാണ്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണം പോലും ആവശ്യമായ രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് വകയിരുത്തിയിട്ടുമില്ല. വല്ലാത്ത അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതുപോലുള്ള അനേക കാര്യങ്ങൾ, സബ്സിഡികൾ എടുത്തു കളയുന്നു. ഇതിൻ്റെയൊക്കെ ഫലം കൂടുതൽ ജനവിഭാഗങ്ങൾ അസംതൃപ്തിയിലേക്ക് നീങ്ങുകയാണ്. ആ അസംതൃപ്തി വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങും. അപ്പോൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധയുണ്ടാകാതിരിക്കണം. അതിനേക വഴിയേ ഉള്ളൂ. അതിനാണ് വർഗീയത ഉപയോഗിക്കുന്നത്. വലിയ തോതിൽ വർഗീയ വികാരം കുത്തിയിളക്കുക. തങ്ങളുടെ വിഷമസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനേ ഇടവരരുത്. വർഗീയ വികാരത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവരോടുള്ള വിരോധമാണ്. ആ വിരോധം ആളിക്കത്തിക്കുക, പകയും വിദ്വേഷവും ആളുകളുടെ മനസ്സിൽ നിറക്കുക. അതാണ് ബോധപൂർവം സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തങ്ങൾക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഇതേവരെയുള്ള RSSൻ്റെയും സംഘപരിവാറിൻ്റെയും BJP ഗവൺമെൻറ്റിൻ്റെയും ചിന്ത. അതിനാണ് ഇപ്പോൾ ഒരു പ്രയാസം വന്നത്. അതിൻ്റെ ഭാഗമായി നാം കണ്ടു നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ രംഗപ്രവേശം. ആ കാര്യത്തിൽ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ നല്ല രീതിയിലാണ് മുന്നോട്ട് വന്നത്. തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നല്ല ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മുടെ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, ആ ക്രമക്കേട് അത്ര വലുതാണെന്നാ വിചാരം. നാം കാണേണ്ടത് ഈ ക്രമക്കേടുകൾ, കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ആരുടെയെങ്കിലും പേര് നമ്മളെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? എന്താ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ആ പേര് എല്ലാവർക്കും അറിയാത്തത്? ഇവിടെ അറിയാലോ. നേരത്തെ ഓഹരി കുംഭകോണം ഉണ്ടായപ്പോൾ ആ ഓഹരി കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ഹർഷത് മേത്തയുടെ പേര് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഇപ്പോഴത്തെ നീറ്റ് കുംഭകോണത്തിന്റെ തലപ്പത്തിരുന്ന BJPയുടെ നേതാവ്, ഭാരതീയ യുവമോർച്ച നേതാവ്, ആരുടെയും ശ്രദ്ധയിലില്ലാതെ. അതാണ് നമ്മുടെ രാജ്യം. ആ തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മാധ്യമങ്ങളെ ആകെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ പുറത്തുവിടും. അതിനെയാണിപ്പോൾ ഗോദി മീഡിയ എന്നിപ്പോൾ ആളുകൾ പൊതുവെ വിളിക്കുന്നത്. ആ തരത്തിലേക്ക് മാധ്യമരംഗം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇതും നാം ഇതിൻ്റെ കൂടെ കാണേണ്ട കാര്യമാണ്. എങ്ങനെയാണ് RSSൻ്റെ അജണ്ട പല വിധത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് കാണേണ്ടത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് യുവാക്കൾ രംഗത്ത് വന്നു. ആദ്യം അത് പൂർണ്ണമായി അവഗണിക്കുന്ന നിലയാണോ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്? അതൊരു സമരമായോ പ്രക്ഷോഭമായോ കണക്കാക്കിയില്ല. വലിയ തോതിൽ ആ പ്രക്ഷോഭം കരുത്താർജിച്ചു. ആ പ്രക്ഷോഭത്തിന്റെ കൂടെ ശരിയായ രീതിയിൽ കരുത്തോടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ എഴുതുന്നു. നല്ല തോതിൽ പ്രക്ഷോഭം കരുത്താർജിക്കുന്ന നിലയുണ്ടായി. അപ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിലയല്ല എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടത്. തുടക്കം മുതൽ
ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘത്തെ സംരക്ഷിക്കുന്ന ആ വകുപ്പിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രക്ഷോഭകർ ഉയർത്തിയിരുന്നു. അതിനോടൊക്കെ ഒരു പരിഹാസ രൂപത്തിലായിരുന്നു പ്രതികരണം. പ്രക്ഷോഭം കനത്തു, രാജ്യമാകെ അതിൻ്റെ ഭാഗമായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ പ്രക്ഷോഭം കനത്തു വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും BJP എതിർക്കുന്ന എല്ലാവരും അണിനിരക്കുമെന്നാണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ കോൺഗ്രസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം ഇതൊക്കെ BJPക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭമാണെന്നാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. പക്ഷേ യുവത കരുത്തോടെ മുന്നോട്ട് പോയി. രാജ്യം വലിയ തോതിൽ ആ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരന്നു. ആർക്കും ആ പ്രക്ഷോഭത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ജന്മദിനാഘോഷ പരിപാടി അവിടെ സംഘടിപ്പിച്ചപ്പോൾ അവിടുന്ന് ജാതിയായി പോയി ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഞങ്ങളും എന്നവര് കാണിക്കുന്നത്. നല്ലത്, അത്രത്തോളായത് നല്ലത് തന്നെ. വയ്യെങ്കിലും ആ ബുദ്ധി ഉദിച്ചല്ലോ, നന്നായി. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആ പ്രക്ഷോഭത്തിൽ പോയിരുന്നു. ഈ ജന്മദിനാഘോഷത്തിന് അദ്ദേഹം പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പൊ അവിടുന്ന് അദ്ദേഹവും ഇതിനകത്തുണ്ടായി, നന്നായി. കേന്ദ്ര ഗവൺമെന്റ് രാജ്യമാകെ ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കുന്നു വന്നപ്പോ അതിനെ അവഗണിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നത്. ഞങ്ങൾക്കെല്ലാം നിസ്സാരം എന്ന മനോഭാവമാണ് ഇവിടെ തകർന്നത്. മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു. അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ്. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേക കരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രക്ഷോഭം ഈ രീതിയിൽ കടന്നു പോയപ്പോ നമ്മുടെ കേരളത്തിലെ RSSന്റെ താത്വിക വിശകലനത്തിൽ വിദഗ്ധനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് വലിയ പ്രതികരണവുമായിട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേൾപ്പിക്കണമായിരുന്നു. കാരണം അതൊന്നും മറ്റൊരാൾക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം അത്ര കണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ആവർത്തനമാണെങ്കിലും അത് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എന്താണ് അയാൾ പറഞ്ഞത് എന്നുള്ളത് ആളുകൾ അറിയണമെങ്കിൽ അത് തന്നെ കേൾക്കണമല്ലോ, എന്നാലല്ലേ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അയാളായിരുന്നുവെങ്കിൽ ഈ പ്രക്ഷോഭകരെയെല്ലാം വെടിവെച്ചിടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പഴയ ഹിറ്റ്ലറുടെ ആധുനിക രീതി, നാസിസം അംഗീകരിക്കുന്നവരാണ് RSS. ആ ഘട്ടത്തിൽ തന്നെ ഹിറ്റ്ലറെ പിന്താങ്ങിയ ഒരു കൂട്ടരേ ഉള്ളൂ, ലോകത്ത് മറ്റാരുമില്ല. അത് ഇവിടുത്തെ RSS ആണ്. ഹിറ്റ്ലറുടെ നയങ്ങൾ അംഗീകരിച്ചവരാണ് അവര്. ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിൽ ഹിറ്റ്ലർ സ്വീകരിച്ച നിലപാട് ഭാരതത്തിന് അനുകരണീയമാണ്, അതാണ് ഭാരതം സ്വീകരിക്കേണ്ടത് എന്ന്
പരസ്യമായി പറഞ്ഞവരുമാണ് RSS നേതാക്കൾ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് പച്ചയായി പറഞ്ഞത്. ഞാൻ അതോടൊപ്പം ഈ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ പെൺകുട്ടികൾ, യുവതികൾ വലിയ തോതിലാണല്ലോ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്തൊരു ഹീനമായ വർത്തമാനമാണ്. ഞാനാ പറഞ്ഞ അതേ രീതിയിലൊന്നും പറയാൻ ഇപ്പൊ പോകുന്നില്ല. കാരണം ഇതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ പറ്റുന്നതല്ല എന്നുള്ളത്. എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ്. ഫാസിസ്റ്റ് മനോഭാവക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണത് വ്യക്താക്കുന്നത്. അത്തരം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരെ എന്തും ചെയ്യാം എന്നതാണ് ഇവരുടെ വർത്തമാനം, ഇവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് ബലാത്സംഗത്തിന്റെ കാര്യം അവിടെ എടുത്തു പറഞ്ഞത്. വളരെ ഹീനമായ ഭാഷ. എന്താണിത്? നമ്മുടേതുപോലൊരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്രമാത്രം സംസ്കാരഹീനമായി സംസാരിക്കാൻ കഴിയുന്നത്? ഇതാണ് RSS. RSS അവരുടെ തനി രൂപം ആവശ്യം വരുമ്പോഴൊക്കെ പ്രകടിപ്പിക്കാൻ തയ്യാറാണ്. ഇപ്പോ പല ഘട്ടങ്ങളിലും അവരുടേതായ രീതികൾ മറച്ചു വെക്കുന്ന ഒരു നില കാണാനുണ്ട്. എന്നാൽ ആവശ്യം വരുമ്പോഴൊക്കെ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നുമുണ്ട്. രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളിൽ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ടല്ലോ. ചിലയിടത്ത് വംശനാശം പോലുള്ളത് തന്നെ ഉണ്ടാക്കിയല്ലോ. വീടുകള് നേരത്തെ മാർക്ക് ചെയ്ത് വെക്കുക, കലാപം ആരംഭിക്കാനുള്ള തീയതി അവരെ മനസ്സിലാ. കലാപം ആരംഭിക്കാൻ അവർ തീരുമാനിക്കുമ്പോൾ വീടുകൾ ഏതാണെന്ന് മനസ്സിലാകണമല്ലോ. ആ വീടുകളിലുള്ളവരെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്ത് നടന്നല്ലേ ഇതൊക്കെ? ഇതിനൊന്നും ഒരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തുമില്ലാത്തവരല്ലേ? രാജ്യത്ത് ആരെങ്കിലും അത്തരം സംഭവങ്ങളെ അംഗീകരിച്ചോ? ഇപ്പൊ പഴയ ഗുജറാത്ത് കലാപം ആരെങ്കിലും അംഗീകരിച്ചോ? എന്നാൽ സംഘപരിവാറിന് ഏതെങ്കിലും ഘട്ടത്തിൽ അതിലെ നേരിയ തോതിലെങ്കിലുമുള്ള മനസ്താപമുണ്ടായോ? അത് ആവശ്യമാണ് എന്നാണ് അവർ കാണുന്നത്. ഇനിയും അത് ആവർത്തിക്കണം എന്നാണ് അവർ കാണുന്നത്. ഇതാണ് RSS. അവർ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, രാജ്യത്ത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം. അതിനായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യും എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഉദ്ദേശം? വനിതാ സംവരണം നടപ്പാക്കൽ. ആർക്കാ തടസ്സം? ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കായിരുന്നല്ലോ. ഏത് ഘട്ടത്തിലും നടപ്പാക്കാമല്ലോ. അത് നടപ്പാക്കാനല്ല, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശം പ്രാവർത്തികമാക്കാനാണ് നീക്കം. അതിലൂടെ തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള ഒരു രാജ്യത്തെ
സൃഷ്ടിക്കാനാവണം. അതിനെ ഇന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, ആ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വല്ലാതെ പെരുപ്പിക്കണം. അങ്ങനെ പെരുപ്പിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ നല്ല കുറവ് വരണം. BJPയുടെ സ്വാധീന കേന്ദ്രങ്ങളായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവിടെ നല്ലതുപോലെ പെരുപ്പിക്കണം. എന്താ ഉദ്ദേശമെന്ന് വ്യക്തമാണ്, എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അതിനാണ് കഴിഞ്ഞ നീക്കമുണ്ടായത് പാർലമെന്റിന് മുൻപാകെ. അത് തടസ്സപ്പെട്ടു, അത് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ എന്താ കണ്ടത്? വിവിധ പാർട്ടികളെ നേരെ പുലർത്തുകയാണ്. നേരെയല്ല, അവരാഗ്രഹിക്കും വിധം പുലർത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്താ കണ്ടത്? ശിവസേന, ഉദ്ധവിന്റെ പാർട്ടി എന്താ കണ്ടത്? ഏതെല്ലാം പാർട്ടികളുടെ നേരെയാണ്? എത്ര പച്ചയായി പരസ്യമായാണ് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സ്വയമേവ സംഭവിക്കുന്നല്ലോ. തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ എന്തും ചെയ്യും. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം, ആ അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നവരുണ്ട്. നമ്മുടെ രാജ്യത്ത് കേരളത്തെ പോലെയാണ് എല്ലാ സ്ഥലങ്ങളും എന്ന് കാണുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാര് ഏറെക്കുറെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും സാധാരണ മനുഷ്യർ തന്നെയാണ്, അതിസമ്പന്നരായവരല്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരെ നോക്കിയാൽ അവരെല്ലാം മഹാഭൂരിഭാഗം കോടാനുകോടി കയ്യിലുള്ളവരാണ്, വലിയ തോതിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉടമകളാണ്. അവരുടെ നേരെ അധികാരത്തിന്റെ ദണ്ഡങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് പറയൽ വരും. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്ന എന്തിനേയും നേരിടാനുള്ള കരുത്തോടെയാണ് നിൽക്കുക. ആ കരുത്ത് ഇവർക്കുണ്ടാവില്ല. ഇവർ ചിന്തിക്കുക തങ്ങളുടെ പിന്നിലുള്ള ഈ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ്. അപ്പോൾ എളുപ്പമാകുന്നു. വേറൊരു ഭാഗം, നിങ്ങൾ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറകളും കൂടി ആഗ്രഹിച്ചാൽ പോലും നേടാത്ത അത്രയും പണം കൊണ്ട് നിങ്ങളെ ഇതാ മൂടുന്നു, നിങ്ങൾ മാറിക്കോ. എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എല്ലാറ്റിനും സംഘപരിവാർ നേതൃത്വം ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ അവരുടെ ആഗ്രഹമനുസരിച്ച് മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കേരളീയർ എല്ലാ കാലത്തും നല്ലതുപോലെ അഭിമാനബോധത്തോടെ ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. നാം അതിന് വഴിപ്പെടില്ല, നാം അതിൻ്റെ കൂടെ നിൽക്കില്ല, നാം അതിനെതിരെ പോരാടും.
ഇപ്പോഴോ? ഇപ്പൊ കേരളത്തിന് അങ്ങനെ പറയാൻ കഴിയോ? കേരളം എന്ന സംസ്ഥാനം ഇപ്പോൾ അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയോ? ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പരാജയപ്പെട്ടു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഞങ്ങളൊരു നിലപാടെടുത്തു. പുതിയ ഗവൺമെന്റ് അല്ലേ, വരട്ടെ, ആ ഗവൺമെന്റ് അവരുടെ ഭരണം ശരിയായ രീതിയിൽ നടത്തട്ടെ. ഒരു 3-4 മാസക്കാലം ആ ഭരണം എങ്ങനെയെന്ന് നോക്കാം, നമ്മളായിട്ടൊരു വിമർശനവും കഠിനമായിട്ട് ഉന്നയിക്കണ്ട എന്നൊരു നിലപാടായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചത്. പക്ഷേ എങ്ങനെ മൗനം പാലിക്കൂ? നിങ്ങളെ ഒരു ഗവൺമെന്റിന്റെ നയം ആദ്യം പറയുകയാണ്. ഗവൺമെന്റ് വന്ന ഉടനെ നയം പറയേണ്ട ഘട്ടം. അതിനു മുൻപ് തന്നെ ഗവൺമെന്റിന്റെ വരവ്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഞങ്ങളവിടെ പോയി കേട്ടോ, അവിടെ പോയിരുന്നു. അപ്പോ വന്ദേ മാതരം ചൊല്ലണം. വന്ദേ മാതരത്തിന്റെ ഈരടികൾ ചൊല്ലാൻ സാധാരണഗതിയിൽ ഏതെല്ലാം ചൊല്ലാമെന്നുള്ളതിനെ പറ്റി ഇപ്പോഴല്ല, നേരത്തെ നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസ് തന്നെ വ്യക്തതയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ കേട്ടത് വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നതാണ്. വന്ദേ മാതരം മുഴുവൻ ചൊല്ലുക എന്നത് രാജ്യത്താരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ആണല്ലോ, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ആകെ അംഗീകരിച്ചത് RSSഉം സംഘപരിവാറും മാത്രമാണ്. അതാണ് മുഴുവനായിട്ട് ചൊല്ലിയത്. അതൊരു ദിശ കാണിക്കലായിരുന്നു. തൊട്ടു പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഈ വർഷം നടന്നതല്ല, അതിന് മുൻപിലുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഗവർണർ വായിക്കില്ല എന്ന് പറയുക, വരില്ല എന്ന് അറിയിക്കുക, വന്നാൽ വായിക്കില്ല എന്ന് പറയുക, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വിട്ടുകളയുക. ആ വിട്ടുകളഞ്ഞ ഭാഗമൊക്കെ പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് ഗവൺമെന്റ് അസംബ്ലിയിൽ തീരുമാനമെടുക്കുക, അസംബ്ലിയോട് തീരുമാനമാക്കിയിട്ടെടുക്കുക. അത് ശരിയല്ല, ഞാൻ വായിക്കാത്ത ഭാഗം അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് ഗവർണർ നിയമസഭയെ അറിയിക്കുക. നിയമസഭ തീരുമാനിച്ചത് നിയമസഭാ തീരുമാനമാണ്, അതിനെ മറികടക്കാൻ ആർക്കും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ ഒരു തരം യുദ്ധമായിരുന്നല്ലോ. എന്തിന്? നമ്മുടെ നാട് കേരളം RSSന്റെ അജണ്ടക്ക് കീഴടങ്ങില്ല. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ അംഗീകരിക്കില്ല. ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിച്ചു പോകണം. ഇതായിരുന്നു നമ്മുടെ നിലപാട്. ഇപ്പോഴോ ആദ്യത്തെ നയപ്രഖ്യാപനം ഒരക്ഷരം ഗവർണർക്ക് വിയോജിപ്പുള്ളതില്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വാക്കിലോ നോക്കിലോ സൂചനയില്ല. എല്ലാം ഭദ്രം. ഗവർണർക്ക് നല്ല സുഖമായിട്ട് വായിക്കാം. എന്താണത് കാണിക്കുന്നത്? പുതിയ ചങ്ങാത്തം. അവിടെ നിന്നോ? കേന്ദ്ര ഗവൺമെന്റ് പല മേഖലകളിൽ സ്വകാര്യവൽക്കരണം പറഞ്ഞിരിക്കുന്നു.
അതേ നിലപാട് ഇവിടെയും. ബജറ്റ് വന്നപ്പോൾ അത് കൂടുതലാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതേ നിലപാടിൽ പോകുന്നു. കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പോലും ഒരു വാചകമില്ല. പിന്നേതാ അജണ്ടകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. വിചിത്രമല്ലേ? വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് എന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. ഞങ്ങൾ 2016 അധികാരത്തിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന വഖഫ് ബോർഡ് അതിനു മുൻപിലുള്ള UDF ഗവൺമെന്റ് നിശ്ചയിച്ച വഖഫ് ബോർഡായിരുന്നു. ഞങ്ങളൊരു അസ്വസ്ഥതയും കാണിച്ചില്ല. ആ വഖഫ് ബോർഡ് തുറന്നു, കാലാവധി പൂർത്തിയാക്കി. കാലാവധിക്ക് ശേഷം പുതിയ ബോർഡ് വന്നു. ഇപ്പോ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. വഖഫ് ബോർഡില് അമുസ്ലിങ്ങൾ വേണം. നമ്മുടെ രാജ്യത്ത് പല മതങ്ങളുണ്ട്. ആ പല മതങ്ങൾക്ക് മതത്തിൻ്റെതായ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത് ആ മതവിശ്വാസികൾ തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യത്തിൽ ആ മതത്തിൽ പെടാത്തവർ അവരുടെ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാര സ്ഥാനത്തിരുന്ന് ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന നിലയില്ല. ശക്തമായി ഇടതുപക്ഷം അതിനെ എതിർത്തു. മതനിരപേക്ഷ ശക്തികൾ അതിനെ ചോദ്യം ചെയ്തു. കേരള നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളെ കാലയളവിൽ ആ ബോർഡിന്റെ കാലാവധി തീർന്നു. ബോർഡിന്റെ കാലാവധി തീർന്നപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താ? ബോർഡ് വരണല്ലോ, നിയമം വന്നു കഴിഞ്ഞു. നിയമത്തെ ചോദ്യം ചെയ്ത് കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട്. കേരള ഗവൺമെന്റും അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഏത് ഗവൺമെന്റ്? പഴയ ഗവൺമെന്റ്, LDF ഗവൺമെന്റ്. പക്ഷേ ബോർഡ് ഇവിടെ പുനഃസംഘടിപ്പിക്കണം. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അതേ രീതിയിൽ ബോർഡ് പുനഃസംഘടിപ്പിച്ചില്ല. അമുസ്ലിമിനെ ഒഴിവാക്കി നിർത്തി. അമുസ്ലിമിനെ ഉൾപ്പെടുത്തണമെന്നാണ് നിയമം. അമുസ്ലിമിനെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ബോർഡ് യോഗം ചേരാൻ കോറമാണ് ആവശ്യം. ആ കോറം നിലവിലുണ്ടാവും. അപ്പൊ അമുസ്ലിങ്ങളെ ഒഴിവാക്കി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ആ ബോർഡ് പ്രവർത്തനവും തുടങ്ങി. ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പുതിയ ഗവൺമെന്റ് വന്നു. എന്താ അവർ സ്വീകരിച്ച സമീപനം? അവര് ഹൈക്കോടതിയിൽ പറയാണ്, ഞങ്ങൾ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് ശരിയല്ല. ആ ബോർഡിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത്. ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം. ഈ പറയുന്ന അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ബോർഡ് പുനഃസംഘടിപ്പിക്കുക. എന്താണ് ആവശ്യം? ഇവിടെ ഒരു ഭരണസ്തംഭനമില്ലാലോ. ബോർഡ് കൃത്യമായി പോവുകയാണല്ലോ, പ്രവർത്തിച്ചു പോവുകയാണല്ലോ. ഇവരെന്തിന് അങ്ങോട്ട് കയറി പറയുന്നു ഞങ്ങൾ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കോളാം എന്നെന്തിനു പറയുന്നു? ആരുടെ അജണ്ടയാണത്? ചിലപ്പോ ഏതെങ്കിലും ഒരു ലീഗ് വിശ്വാസിയൊക്കെ ഇത് കൂട്ടത്തിൽ ഉണ്ടാവും. എന്നാലും ക്ഷമിക്കുക, ലീഗിന്റെ മന്ത്രിയാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ മന്ത്രി നേരത്തെ പറഞ്ഞ വാചകങ്ങളുണ്ട്, MLA ആയിരിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ.
എന്തിനത് മാറ്റുന്നു? ആരുടെ നിർബന്ധം? എന്തേ നിലപാടില്ലാത്തത്? എന്തിന് RSS അജണ്ടക്ക് കീഴ്പ്പെടുന്നു? കീഴ്പ്പെടൽ മാത്രമല്ല, പാദസേവകരായി മാറുകയല്ലേ. ആ നിലയിലേക്ക് എന്തിന് അധപ്പതിച്ചു? ഇത് വഖഫ് ബോർഡിന്റെ കാര്യം തീർന്നോ? PM ശ്രീ പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ ഭാഗമായി PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ സ്കൂളുകളിൽ ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കുക. ആയിരിക്കും ഉൾപ്പെടുത്തുക. LDF തുടക്കം മുതലേ എടുത്തൊരു കാര്യമുണ്ട്. ഈ PM ശ്രീക്ക് ഞങ്ങൾ അനുകൂലമല്ല, ഞങ്ങൾ നടപ്പാക്കാനും തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്തു? PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PM ശ്രീ നടപ്പാക്കാതിരിക്കുകയല്ലേ ചെയ്യൂ. അതിന്റെ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് കേരളം തീരുമാനിക്കുന്നു. അത് കേന്ദ്രം തരണ്ട. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ടതുണ്ട്. അത് ഓശാരല്ല, ദയയല്ല, സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. ആ പണം തന്നില്ല, അത് പിടിച്ചു വെച്ചു. ചെറിയ പണമല്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം തരാത്ത നിലപാട് ബോധപൂർവം സ്വീകരിച്ചു. SSK ഫണ്ട് കിട്ടാതെ വന്നു. അപ്പോ SSK ഫണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതി അതിൻ്റെ ഭാഗമായുള്ള ഒരു MOU ഒപ്പിട്ടാൽ അത് റിലീസ് ചെയ്ത് കിട്ടുമെന്നൊരു ധാരണ വന്നു. അങ്ങനെ ആ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MOU ആദ്യം ഒപ്പിട്ടു. LDF അതിന് നയപരമായ തീരുമാനമെടുത്തു. PM ശ്രീയുമായിട്ട് നമ്മളൊരു തരത്തിലും മുന്നോട്ട് പോകേണ്ടതില്ല. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി LDF ഗവൺമെന്റ് ഈ ഒപ്പിട്ട MOU മരവിപ്പിക്കണം എന്ന് പറഞ്ഞു. MOU എന്ന് പറഞ്ഞാൽ ഒരു ധാരണാപത്രം മാത്രമാണ്, കരാറല്ല. പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട ആളുകളെല്ലാം കണ്ടു, മന്ത്രി അടക്കം കണ്ട് ഇത് ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്നറിയിക്കുകയും ചെയ്തു. അവിടെ കടന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ PM ശ്രീ കേരളത്തിൽ നടപ്പാകുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞത്? UDF വന്നപ്പോ വല്ലാത്ത കുഴപ്പം. LDF ആ ധാരണാപത്രം ഒപ്പിട്ടത് കൊണ്ട് ഇനി അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. വസ്തുക്ക് നിരക്കുന്നതാണോ അത്? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വ്യക്താക്കിയല്ലോ, നേരത്തെ വ്യക്തമാണ് എല്ലാവർക്കും. എന്നാലും ഇവർക്ക് മുഖത്തടിയേൽക്കും വിധമാണല്ലോ അബ്ദുൽ വഹാബിന്റെയും JB മേത്തറുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ഒരു വിഷമവും ഇല്ല. ഒന്ന്, കേരളത്തിന് PM ശ്രീയുടെ ഭാഗമായി ഫണ്ടിൽ ഒരു തുകയും അനുവദിച്ചിട്ടില്ല, ഒന്നും കേരളം കൈപ്പറ്റിയിട്ടില്ല. PM ശ്രീ നടപ്പാക്കണമെങ്കിൽ സ്കൂളുകൾ ശുപാർശ ചെയ്യണം. ആ ശുപാർശ കേരളം നൽകിയിട്ടില്ല. ധാരണാപത്രം ഒപ്പിട്ടാലും പിൻവാങ്ങാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നുള്ള പിൻവാങ്ങൽ തന്നെയാണ്. ഇതല്ലേ മറുപടി? ഇതല്ലേ കേരളത്തിന്റെ അനുഭവം? PM ശ്രീ കേരളത്തിൽ നടപ്പായിട്ടാലോ.
ഞങ്ങള് അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറഞ്ഞവര് അധികാരത്തിലെത്തിയപ്പോ നേരെ നടപ്പാക്കാനാണ് പുറപ്പെടുന്നത്. അവിടെയും കാണേണ്ട കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയാണ്, കേരളത്തിലേക്ക് വരികയാണ്. LDF സർക്കാർ ഇവിടെ ചെയ്തിരുന്ന കാര്യം ഓർക്കണം. മഹാത്മാഗാന്ധിയുടെ വധം പാഠപുസ്തകത്തിൽ പാടില്ല. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള ഭാഗം പാഠപുസ്തകത്തിൽ പാടില്ല. അങ്ങനെ പാഠപുസ്തകത്തിൽ പാടില്ല എന്ന് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി നൽകിയ സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. അതാണ് മതനിരപേക്ഷ നിലപാട്. കുട്ടികൾ അറിയണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് തടസ്സമായതാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. ആ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാശിയോടെ നിൽക്കുന്നത്. അപ്പോൾ കേരളം വല്ലാത്തൊരു ദുർഗതിയിൽ. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ RSS അജണ്ടയുടെ പിന്നാലെ പോവുകയാണ്. സമയദൈർഘ്യം കൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം ഒരുപാട് സമയം ഇപ്പോൾ തന്നെയായി. ഇനിയും വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ മറ്റൊരു ചാലിലേക്ക് വിടുകയാണ്. ഇവർ തമ്മിലുള്ള ബാന്ധവം പല ഘട്ടങ്ങളിൽ നാം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 30-ലധികം മണ്ഡലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴതാ നല്ല രീതിയിൽ ആ ബാന്ധവം പ്രകടമായി വരുന്നു. അത് മറയില്ലാതെ RSS അജണ്ട അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വരുന്നു. ഇതിനെല്ലാം കൂടി ഒന്നിച്ചു വേണം നാം കാണാൻ. RSSന്റെ യഥാർത്ഥ അജണ്ടയുടെ ഭീകരത നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ ആ യഥാർത്ഥ അജണ്ടയെ വെള്ളപൂശിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ നോക്കുന്നവരെയും ശരിയായ രീതിയിൽ കാണാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇതിനെതിരെ ഒന്നിച്ചു നീങ്ങേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷ മനസ്സ് അത് കൂടുതൽ കരുത്താർജിക്കണം. കേരളത്തിന്റെ മനസ്സ് എപ്പോഴും മതനിരപേക്ഷമായാണ് നിന്നിട്ടുള്ളത്. എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടാൻ, ഇത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.